ശമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവന് ഒന്നിനും കുറവുണ്ടാകുകയില്ല. 34-ാം സങ്കീർത്തനം 10-ാം വചനം. കാരണം സിംഹക്കുട്ടി വലിയ സുരക്ഷിത വലയത്തിലാണ്. ഈ കാട്ടിലെ മറ്റേത് മൃഗങ്ങളെയും അവർക്ക് വേട്ടയാടി നിസ്സംശയം പിടിക്കുകയും ഏത് വിധത്തിലുള്ള ഭക്ഷണം കഴിക്കാനും ഏത് വിധത്തിലുള്ള മൃഗങ്ങളെയും പിടിച്ച് വേട്ടയാടി മക്കൾക്ക് കൊടുക്കാനൊക്കെ അവർക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. പ്രിയമുള്ളവരെ, എന്നാൽ അവരുടെ ആശ്രയം അവരുടെ കഴിവിലും അവരുടെ ശക്തിയിലും അവരുടെ ഒരു അവർക്കുള്ള ഒരു പ്രിവിലേജിലുമാണ്. എന്നാൽ സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് പറഞ്ഞാൽ, എന്നാൽ എൻ്റെ ആശ്രയബോധം എന്നിൽ തന്നെ ആകുമ്പോൾ, ആ ആശ്രയബോധം ദൈവത്തിലേക്കൊന്ന് സമർപ്പിച്ച് കഴിയുമ്പോൾ, ശരിക്കും എൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെങ്കിൽ, എനിക്ക് തുണയായിട്ടുണ്ടെങ്കിൽ, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം. എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് താനിപ്പോൾ തൻ്റെ സുരക്ഷിത മേഖലകൾ എന്ന് താൻ കരുതുന്ന മേഖലകളെല്ലാം തകർന്നടിഞ്ഞാലും, അത് തകർന്ന് തരിപ്പണമായാലും ഛിന്നഭിന്നമായാലും നിരാശയുടെ അടിമത്തിലേക്ക് പോകാൻ ഇടവന്നാലും, ഈ യേശു കൂടെ ഉണ്ടെങ്കിൽ, യേശുവിലാണ് തൻ്റെ സമർപ്പണമെങ്കിൽ, യഥാർത്ഥ നോട്ടം യേശുവിലേക്കാണെങ്കിൽ, അവൻ അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ അവൻ ഒന്നിനും കുറവുണ്ടാകില്ല എന്നാണ് ഈ വചനം വ്യാഖ്യാനിക്കുന്നത്. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, എങ്കിലും കർത്താവിനെ അന്വേഷിക്കുന്ന ഒന്നിനും കുറവുണ്ടാകില്ല. അതുകൊണ്ട് എൻ്റെ സുരക്ഷിത മേഖലകളൊക്കെ തകർന്നാലും എനിക്ക് എൻ്റെ ഏറ്റവും വലിയ സുരക്ഷിത മേഖലയായി എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, എനിക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിലൂടെ ഒരു അന്വേഷണവും അവിടേക്കൊരു സമർപ്പണവും അവിടേക്കൊരു നോട്ടവും ഉണ്ടെങ്കിൽ എൻ്റെ എല്ലാ വഴികളും ദൈവം ഏറ്റെടുക്കും, അനുഗ്രഹിക്കും. അങ്ങനെ ഞാൻ അനുഗ്രഹമുള്ള വ്യക്തിയായി മാറും. ഈ വചനം നമ്മളിൽ മാംസം ധരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രാർത്ഥിക്കാം. ആമേൻ.